എന്തൊരു ചൂടാ. വരൾച്ചയാണല്ലോ വരുന്നത്. കുടിക്കാൻ വെള്ളം കിട്ടാതായ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിനി ഇവിടെ നിൽക്കുന്നത് അപകടമാണല്ലോ മോനെ. കാട്ടിനുള്ളിൽ വെള്ളം വറ്റാത്തൊരു തടാകമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? കുഞ്ഞേ, അമ്മ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പൊ പോയിട്ട് മഴക്കാലം എത്തുമ്പോ നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. എന്താ? പിണങ്ങല്ലേ കുഞ്ഞേ? ഞാൻ ഇപ്പൊ പോയി കഴിക്കാൻ എന്തേലും കൊണ്ടുവരാം. മോനി ഇവിടെ തന്നെ ഇരിക്കണേ. എടുത്തോളൂ. കാത്തുവിനും കിട്ടുവിനും എന്റെ വക സമ്മാനം. നന്ദിയുണ്ട് കൊക്കമ്മാവ. വരൾച്ച ഇങ്ങ് എത്തിയെന്ന് തോന്നുന്നു. ചൂട് നന്നായിട്ടുണ്ട്. വെള്ളവും വറ്റിത്തുടങ്ങി. കുടിക്കാൻ പോലും വെള്ളം കിട്ടാതായ പിന്നെ എന്ത് ചെയ്യും? ഞങ്ങള് തൽക്കാലം കാട്ടിനുള്ളിൽ വെള്ളമുള്ള ഒരിടത്തേക്ക് പോവാ. അതേതായാലും നന്നായി. ഇവിടെ മീന് പോലും കുറവാണ്. ഏതായാലും കുഞ്ഞൂസിന് കൊടുക്കാൻ ഞാനൊരു ഞണ്ടിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ, എടുത്തോ. വലിയ ഉപകാരം കൊക്കമ്മാവ. എന്നാ ഞാൻ പോട്ടെ. കുഞ്ഞൊറ്റയ്ക്കേ ഉള്ളൂ. കുഞ്ഞേ, കുഞ്ഞേ, മോനെ നീ എവിടാ? ഇനി കാത്തൂന്റെ അടുത്തേക്ക് പോയി കാണൂ. ബഹളം വെക്കാതെ പിള്ളേരെ. അത് അവന്റെ കളിപ്പാട്ടമല്ലേ, അതങ്ങ് കൊടുക്കൂ. കാത്തു, എന്നാ നിന്റെ കളിപ്പാട്ടം? ഞങ്ങൾ കളിക്കാൻ പോവാ. വാ അപ്പു. അമ്മേ, ദേ അച്ഛൻ വന്നു. ആ, എന്താ വൈകിയേ? പുഴയിലെ വെള്ളമൊക്കെ വറ്റിത്തുടങ്ങി. ആ പിന്നെ ഞാനേ കുഞ്ഞൂസിന്റെ അമ്മയെ കണ്ടിരുന്നു പുഴക്കരയിൽ വെച്ച്. ആഹാ, എന്തു പറഞ്ഞു? കുഞ്ഞൂസിന് സുഖമാണോ? വരൾച്ച കഴിയും വരെ അവരിവിടം വിട്ടു പോവുകയെന്ന്. അയ്യോ, എങ്ങോട്ട്? കാട്ടില് വെള്ളമുള്ള ഒരിടത്തേക്ക്. അമ്മേ അമ്മേ, ഞങ്ങൾ കുഞ്ഞൂസിനെ ഒന്ന് പോയി കണ്ടോട്ടെ. കാത്തു, കാത്തു, എന്റെ കുഞ്ഞിങ്ങോട്ട് വന്നോ? അയ്യോ ഇല്ല, എന്ത് പറ്റി? അവൻ ഇത് എവിടെ പോയി? വീട്ടിലും ഇല്ല. വിഷമിക്കാതെ, നമുക്ക് നോക്കാന്നേ. അവൻ എങ്ങും പോയി കാണില്ല. ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. അച്ഛാ, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. ആ, സൂക്ഷിച്ചു പോയിട്ട് വാ കേട്ടോ. വാ, നമുക്കൂടി പോവാം. നോക്ക്, അതാ കുറുക്കൻ കുഞ്ഞല്ലേ? ആ കുഞ്ഞേ, അവിടെ നിക്ക്. ഏയ് നിക്ക്, ചോദിക്കട്ടെ, ഓടാതെ. ചോദിക്കട്ടെ, ഓടല്ലേ. ഓ, എന്റെ കൈ. ആ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കുഞ്ഞേ, ഇറങ്ങി വാ. പേടിക്കണ്ട, ഞങ്ങളൊന്നും ചെയ്യൂല. പഠിച്ച കള്ളനാ, അവനിറങ്ങി വരില്ല. എന്റെ കൈ. അന്നവനെ എന്റെ വാലിൽ കടിച്ചിട്ട് ഓടിയതാണ്. പിന്നെ കാണുന്നത് ഇപ്പോഴാ. നല്ലൊരു വഴക്ക് പോലും കൊടുക്കാൻ പറ്റിയില്ല. പോട്ടെന്നേ, അവൻ കുഞ്ഞല്ലേ. നമുക്ക് ഇപ്പൊ പോവാ. വാ. കാത്തു, നിങ്ങളെന്താ ഈ വഴി? ഞങ്ങൾ കുഞ്ഞൂസിനെ നോക്കി വന്നതാ. കുഞ്ഞൂസോ? അതാരാ? അതൊരു കുറുക്കൻ കുഞ്ഞാ. ഓ, എന്താ, കുഞ്ഞൂസിനെ കണ്ടോ? അയ്യോ, അവൻ എവിടെ? അവനൊരു പാവമാ. അന്ന് അവന്റെ ചങ്ങാതിയായ ഊന്തിനെ രക്ഷിക്കാനാ അവൻ ചേട്ടനെ കടിച്ചത്. ഏയ്, അവനെ ഞങ്ങളൊന്നും ചെയ്തില്ല. അവൻ നിങ്ങളെ കൂട്ടുകാരനാണല്ലേ? ആ, നിങ്ങള് കുഞ്ഞൂസിനെ എവിടെയാ കണ്ടത്? ദോ, ആ കാണുന്ന പാറയിടുക്കി. അവനെ ഞങ്ങളെ കണ്ട് പേടിച്ച് കയറിയതാ.
ഞങ്ങൾ വിളിച്ചിട്ടൊന്നും ഇറങ്ങുന്നില്ല. കാത്തു, കണ്ടൻ. ഇനി എന്ത് ചെയ്യൂ അപ്പു? കുഞ്ഞുസിനെ എങ്ങനെ രക്ഷിക്കും? ദേ കണ്ടൻ പോയി. കാത്തു വെറുതെ അല്ല കണ്ട സ്ഥലം വിട്ടത്. അമ്മേ, കുഞ്ഞുസ പാറയിടുക്കിലുണ്ട്. ആണോ? ഹോ, ആശ്വാസമായി. കുഞ്ഞേ, ഇങ്ങ ഇറങ്ങി വാ. കുഞ്ഞേ, മോനെ, അമ്മയെ വിളിക്കുന്നേ. ദേ നോക്ക്, കൂട്ടുകാരെല്ലാം ഇവിടെയുണ്ട്. മോൻ ഇങ്ങ ഇറങ്ങി വന്നേ. കുഞ്ഞൂസേ, പുറത്തേക്ക് വാ. അവൻ എന്താ പുറത്തേക്ക് വരാത്തെ? ചിലപ്പോ ഇവിടം വിട്ട് പോകുന്നതിന്റെ സങ്കടാവും. കുഞ്ഞേ, നീ എന്തിനാ എന്നോട് പിണങ്ങുന്നേ? കുഞ്ഞുസേ, ചേച്ചി പറയുന്ന നീ കേക്കില്ലേ? അമ്മ പറഞ്ഞത് സത്യമല്ലേ? വെള്ളം കിട്ടാതെ നമ്മൾ എങ്ങനെ കഴിയും? ചേച്ചിയല്ലേ വിളിക്കുന്നേ? ഇറങ്ങി വാ. വരൾച്ചയൊക്കെ മാറുമ്പോ തിരിച്ചു വരാല്ലോ. മോനെ, അമ്മേ, ഇന്നൊരു ദിവസം കുഞ്ഞൂസിനെ ഞങ്ങളുടെ കൂടെ വിടാവോ? അതിനെന്താ, നിന്നോട്ടെ. കുഞ്ഞൂസേ, സന്തോഷത്തോടെ വേണം നാളെ പോവാൻ. മഴക്കാലം വൈകാതെ വരും. അപ്പൊ രണ്ടാളും തിരിച്ചു വന്നേക്കണം. ഹായ് കുഞ്ഞൂസേ. കുഞ്ഞൂസേ, അവരുടെ സന്തോഷം കണ്ടില്ലേ? ചുണ്ടനും ചിണ്ടനും നാട്ടുകാരാണേ, കണ്ടതെല്ലാം കക്കും കൂട്ടുകാരാണേ. ചുണ്ടനും ചിണ്ടനും നാട്ടുകാരാണേ, കണ്ടതെല്ലാം കക്കും കൂട്ടുകാരാണേ. ചുണ്ടന്റെ കാലിൽ കറുത്ത പാടുണ്ടേ, ചിണ്ടന്റെ വാലിൽ വെളുത്ത പാടുണ്ടേ. ചുണ്ടന്റെ കാലിൽ കറുത്ത പാടുണ്ടേ, ചിണ്ടന്റെ വാലിൽ
എന്തൊരു തണുപ്പ്. ഇനി എന്റെ ചങ്ങാതിമാരെ കാണണമെങ്കിൽ നേരം വെളുക്കണം. ഉറങ്ങിയാലോ? അയ്യോ, അതിങ്ങോട്ടാണല്ലോ പറന്നു വരുന്നത്. അയ്യോ, അപ്പോ അത് തീക്കട്ടയല്ലേ? ഇതൊരു ജീവിയാണല്ലോ. ഇങ്ങനെയുണ്ടോ ജീവികൾ? തീക്കട്ടയ്ക്ക് ജീവൻ വെച്ച പോലെയുണ്ട്. നീ ആരാ? പേടിക്കണ്ട കേട്ടോ, ഞാൻ നിന്റെ ചങ്ങാതിയാ. അവൻ ചങ്ങാത്തം കൂടുവാ. ഞാനൊരു മിന്നാമിനിങ്ങ. ഓഹോ, ഞാൻ നിന്നെ കാണുന്നത് ആദ്യമായിട്ടാ. ഞാനും. നിന്റെ പുറത്തെന്താ, തീയാണോ? ഇത് തീയല്ല, ഇത് വെളിച്ചമാണ്. ഞങ്ങൾക്കിങ്ങനെ വെളിച്ചമുണ്ടാക്കാൻ കഴിയും. ആണോ? ചങ്ങാതി, നീ എന്റെ കയ്യിലിരുന്നോ? നിന്റെ വെളിച്ചം പൊള്ളുമോ? അതിന് ഇത് തീയൊന്നും അല്ലല്ലോ, ചൂടില്ലാത്ത വെളിച്ചമല്ലേ. എന്റെ കൂട്ടുകാരെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കാമോ? കൂട്ടം തെറ്റിയാ ഞാൻ ഇവിടെ എത്തിയത്. അയ്യോ, കൂട്ടം തെറ്റിയോ? എങ്ങനെ? എല്ലാം ഞാൻ പറയാം. കുഞ്ഞുമിന്നി, നീ വരുന്നോ ഞങ്ങളുടെ കൂടെ? നമുക്കേ കുറച്ചു ദൂരം പറന്നിട്ട് വരാം, വാ. അമ്മേ, ഞാനും അവരോടൊപ്പം പോട്ടെ. അയ്യോ, വേണ്ട വേണ്ട, ദൂരെ പോയാലേ വഴിതെറ്റും. അമ്മേ, എനിക്ക് അവരുടെ കൂടെ പോണം. എന്റെ മോനെ, വലിയ പ്രകാശത്തിന്റെ മുന്നിൽ പെട്ടാൽ നിനക്ക് മറ്റുള്ളവരെ കാണാൻ കഴിയില്ല. നിനക്ക് വഴി തെറ്റും കുഞ്ഞേ. അമ്മേ, അവനെ ഞങ്ങൾ നോക്കിക്കോളാം. അവനും വരട്ടെ ഞങ്ങളുടെ കൂടെ. ശരി, പെട്ടെന്ന് എത്തണം. ഞാൻ ഇപ്പൊ ഇങ്ങെത്തും. നമുക്ക് അടുത്ത വയലിലേക്ക് പോയാലോ? 1 2 3. അയ്യോ അയ്യോ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ എവിടെയാണ്? അയ്യോ, രക്ഷിക്കണേ. എന്റെ കൂട്ടുകാരെ ഒന്നും ഞാൻ പിന്നെ കണ്ടില്ല. അവരൊക്കെ വഴിതെറ്റി എങ്ങോട്ടോ പറന്നു കാണും. ഞാൻ പറന്ന് ഇവിടെ എത്തി. വിഷമിക്കേണ്ട ചങ്ങാതി, ഞാൻ നിന്നെ വയലിലേക്ക് കൊണ്ടുപോകാം. നിന്നെ അന്വേഷിച്ച് നിന്റെ അച്ഛനും അമ്മയും അവിടെ വരാതിരിക്കില്ല. അവിടെ എത്താൻ ഇനി ഒത്തിരി ദൂരം പറക്കണോ? എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കാം. പൂപ്പി, നീ ആ വിളക്കിന്റെ അങ്ങോട്ട് പോകല്ലേ? ഇല്ല, ഞാൻ പോകില്ല. ചങ്ങാതി, അങ്ങോട്ട് നോക്ക്, ദേ 2 മിന്നാമിനുങ്ങകൾ. ശരിയാണ്, മിന്നുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരോ ആണെന്ന് തോന്നുന്നു. അയ്യോ, എന്റെ അച്ഛൻ, എന്റെ അമ്മ. അയ്യോ, എന്റെ മോനെ. ഇതാണ് എന്റെ ചങ്ങാതി പൂപ്പി. പൂപ്പിയാണ് എന്നെ രക്ഷിച്ചത്. പൂപ്പി, വളരെ നന്ദിയുണ്ട്. അനുസരണക്കേട് കാട്ടിയതിന് ഈ ശിക്ഷ. ഇനി എന്റെ അമ്മ പറയണതൊക്കെ ഞാൻ അനുസരിച്ചോളാം. പൂപ്പി, ഞാൻ പോട്ടെ. ശരി, നമുക്ക് ഇനിയും കാണാം. പൂപ്പി, ഇനിയും നമുക്ക് കാണാം. ഇനിയും കാണാം പൂപ്പി. ആന വരുന്നേ, ആന വരുന്നേ, കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ.
വെള്ളം തെറ്റിച്ചങ്ങനെ കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. കൂവത്തണ്ടും വളച്ചൊടിച്ചേ കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. ആമല ഈമല പൂമല കീറി കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. തൂണിനൊത്തൊരു കാലം വെച്ച് കൊച്ചുമുറം പോൽ ചെവികളുമാട്ടി കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. ആന വരുന്നേ ആന വരുന്നേ. കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. ആന വരുന്നേ ആന വരുന്നേ. കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. ഒരിക്കൽ നാട്ടിലെ ഒരാട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചപ്പ് കണ്ട് ആടാകെ അമ്പരന്നു. ഹായ്, എന്തു ഭംഗി! നിറയെ പുല്ല്. ഇതാണോ ഈ മനുഷ്യർ കാട് കാട് എന്ന് പറഞ്ഞ ആടുകളെ പേടിപ്പിക്കുന്നത്? ഇനി വയ്യ, ഏതായാലും അങ്ങോട്ട് കയറിയിരിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. എന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരുവനോ? ഇതേതു മൃഗം? ഇവിടെങ്ങും മുൻപ് കണ്ടിട്ടില്ലല്ലോ. ആടിന്റെ രൂപം കണ്ടപ്പോൾ സിംഹത്തിന് പേടിയായി. ദൂരെ നിൽക്കാം. ആരാണ് എന്റെ ഗുഹയിൽ? ഏതായാലും മരിക്കും. ഒരു വിദ്യ പ്രയോഗിച്ചാലോ? അത് ചോദിക്കാൻ നീ ആരാടാ? ആരും എന്നോട് ഇങ്ങനെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആള് നിസ്സാരനല്ല. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം. എന്റെ ഗുഹയിൽ നിന്നും വേഗം പുറത്തിറങ്ങ. നീയാണോ അപ്പോൾ കാട്ടിലെ രാജാവെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തിയാണ്, എല്ലാ കാടുകളുടെയും രാജാവ്. നിന്നെ കാത്തു തന്നെയാ ഞാനിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം തിരിഞ്ഞോടി. എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ ഒരു കുറുക്കൻ കാണുന്നുണ്ടായിരുന്നു. കാര്യം എന്തെന്നറിയാൻ കുറുക്കനും സിംഹത്തിന്റെ പിന്നാലെ ഓടി. രാജാവേ, അവിടെ ഒന്ന് നിന്നാലും. അങ്ങ് എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത്? നിന്നെ കണ്ടത് നന്നായി. നീ ചക്രവർത്തിയെ കണ്ടിട്ടുണ്ടോ? ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറിയിരിക്കുന്നു. ഇനി ഈ കാട്ടിൽ രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാടുണ്ടോ എന്ന് നോക്കട്ടെ. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. പ്രഭോ, അങ്ങയെ ആരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. വലിയ ധൈര്യശാലിയല്ലേ? പോയി നോക്കിയിട്ട് വാ, മൊണ്ടൻ. കുറുക്കൻ ഓടി ഗുഹയ്ക്കടുത്ത് ചെന്നു. വെളിയിലുള്ള കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കന് ആളെ പിടികിട്ടി.
പ്രഭോ, അങ്ങയുടെ ഗുഹയിൽ ഒരാടാണ്. ആടോ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങ് ധൈര്യമായി വന്നാലും പേടിയാണെങ്കിൽ എന്റെ പുറകിൽ ഒളിച്ചാൽ മതി. കാട്ടിലെ രാജാവായ ഞാൻ നിസ്സാരനായ ഒരു കുറുക്കന്റെ പിന്നിൽ ഒളിക്കുകയോ? ഛേ! പ്രഭോ, നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നട്ടെ. അങ്ങ് വന്നാലും. അങ്ങനെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി സിംഹവും കുറുക്കനും ഗുഹയുടെ മുന്നിലെത്തി. കുറുക്കനെയും സിംഹത്തെയും ഒന്നിച്ചു കണ്ട ആടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അപ്പോൾ ഈ കുറുക്കന്റെ ധൈര്യത്തിൽ ആ സിംഹം തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എപ്പോ എത്തി ചക്രവർത്തി? കുറച്ചു നേരമായി ചങ്ങാതി നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അത് സാരമില്ല, സിംഹത്തെ കൊണ്ടുവന്നല്ലോ, അത് മതി. നീയാണ് ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നത്? ആ കിഴവനെ ഇങ്ങോട്ട് തള്ളിവിട്, അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇത് കേൾക്കണ്ട താമസം നിലവിളിച്ചുകൊണ്ട് സിംഹം ഓടി. കുറുക്കന്റെ കാര്യം പിന്നെ പറയണോ? ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല. എന്താ കോഴിയമ്മേ, എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? ഞാനൊരു മുട്ടയിട്ടു. അത് ഇത്ര വലിയ കാര്യമാണോ? നല്ല തമാശ. മുട്ടയിടാതെ എങ്ങനെയാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? മുട്ടയിട്ടാണോ അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്? നിനക്കിതൊന്നും അറിയില്ലേ? മുട്ട വിരിഞ്ഞാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഞാനും മുട്ട വിരിഞ്ഞാണോ ഉണ്ടായത്? മണ്ടൻ, നിന്നെ നിന്റെ അമ്മ പ്രസവിച്ചതാണ്. ഞങ്ങൾ പക്ഷികൾ മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുക. അതെയോ? ഞാനിവിടെ ഇരിക്കാം. കുഞ്ഞ് വിരിയുമ്പോൾ എനിക്കും കാണാമല്ലോ. ഇതിപ്പോഴൊന്നും വിരിയില്ല. ഞാനിനി ഇതുപോലെ 4 മുട്ടകൾ കൂടിയിടും. 2 എണ്ണം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുട്ടകളുടെ പുറത്ത് ഞാൻ അടയിരിക്കും.
എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ വരും. ഹായ്, കുഞ്ഞുങ്ങളെ കാണാൻ നല്ല ചന്തമായിരിക്കും അല്ലേ? ഏയ്, എന്താ നിനക്ക് വേണ്ടത്? ഞാൻ മുട്ടയൊന്ന് നോക്കുമായിരുന്നു, ഒന്ന് കാണാൻ. വേണ്ട വേണ്ട, ആ കുസൃതിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഹോ, ഒരു കുറുമ്പുകാരി. എനിക്ക് മുട്ടയും കാണണ്ട, കുഞ്ഞിനെയും കാണണ്ട. ഹായ്, എന്തു ചന്തമായിരിക്കും അവയെ കാണാൻ. അവയോട് കളിക്കാൻ കോഴിയമ്മ സമ്മതിക്കോ ആവോ? ഹായ്, കുരുവികളാണെന്ന് തോന്നുന്നു. നോക്കിയാലോ? കുരുവികളെ ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ശബ്ദം കോഴിക്കൂടിനടുത്ത് നിന്നാണല്ലോ. ഹായ് കുഞ്ഞുങ്ങൾ. പേടിക്കണ്ട, കുഞ്ഞുങ്ങളെ വന്ന് നോക്കിക്കോളൂ. പേടിക്കണ്ട മക്കളെ, പൂപ്പി നിങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ കോഴിയമ്മേ, എനിക്കൊരു സംശയം. കോഴിയമ്മയും ഇതുപോലെ മുട്ട വിരിഞ്ഞല്ലേ വന്നത്? അതെ, എന്താ സംശയം?